ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അമ്പലപ്പുഴ മണ്ണാർശാലയും പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അമ്പലപ്പുഴ മണ്ണാർശാലയ്ക്ക് പോകണമെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് നേരെ അനിയത്തി കാണാൻ വേണ്ടി കയറി. അവളുടെ ഹോസ്റ്റലും അമ്പലപ്പുഴയാണ്. അങ്ങനെ കുറച്ച് റംബൂട്ടാനും വാങ്ങിക്കൊണ്ടാണ് പോയിട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അങ്ങനെ അവളെ കണ്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. 2 വർഷം മുന്നേ ഇവളെ ഈ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ അത് 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത്രയും സമയം പെട്ടെന്ന് എങ്ങനെ പോയി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റൊക്കെ ബേക്കറിയിലൊക്കെ പോയി. അങ്ങനെ അവർക്ക് ചായയൊക്കെ വാങ്ങിക്കുടിച്ച് തിരിച്ച് ഞങ്ങൾ അമ്പലപ്പുഴയിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അത് പിന്നെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റ് എത്തുന്നവരെ നല്ല മഴ തന്നെയായിരുന്നു. പക്ഷെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നു. നട അടയ്ക്കുന്ന സമയം വെച്ചിട്ട് നമ്മൾ ആദ്യം മണ്ണാർശാല വന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് പൊതുവേ ഈ ഈവനിങ് ടൈമിൽ അമ്പലത്തിൽ വരാനാണ് കേട്ടോ ഇഷ്ടം. അന്നേരം ഈ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതും ശാമ്പ്രാണിത്തിരിയുടെ മണമൊക്കെ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മനസ്സറിഞ്ഞ് ഇത്രയും വൈകിയെങ്കിലും കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ എന്നെ കൊണ്ട് എത്തിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹിന്ദുക്കൾക്കൊരു പണ്ടത്തെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അതായത് പീരീഡ്സ് ആകുമ്പോൾ ഉള്ള ഡ്രസ്സ് അല്ലാണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ടുവിടാന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് കേട്ടോ ആദ്യമായിട്ട് മണ്ണാർശാല വരുന്നത്. അന്ന് എനിക്ക് തൊഴുവാൻ പറ്റിയില്ല. അമ്മ തൊഴുവണം കയറണ്ടെന്ന് പറഞ്ഞത് വെരി 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 സാഡ്. അന്ന് തന്നെ അമ്പലപ്പുഴയും പോയി. അപ്പോഴും നട അടച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു അമ്പലത്തിലും അന്ന് എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴാണ് കേട്ടോ നടക്കുന്നത്. അമ്മയുടെ ദർശനം എടുക്കാൻ പറ്റി. ഞങ്ങൾ ആക്ച്വലി തൊഴുത് ഇറങ്ങിയിട്ട് പോകാൻ നിന്നപ്പോൾ ഒരു ആൻറ്റി വന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ അതിനെന്താ ഫോട്ടോ എടുത്ത് തരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവിടെ എന്താ കാണാനുള്ളതെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അമ്മയുടെ ദർശനം എടുക്കാൻ പറ്റും, പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അത് നടന്നു. എനിക്ക് ആക്ച്വലി അവിടെ എത്തിയപ്പോൾ ഞാൻ അമ്മയെ കാണാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. പക്ഷെ ദൈവമായിട്ട് അതിനുള്ളൊരവസരം ഉണ്ടാക്കി. അങ്ങനെ അവിടെ തൊഴുതിറങ്ങി. മനസ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ ഇരുന്നത്. കാരണം എത്ര വർഷത്തെ ആഗ്രഹം, ഒരു 6-7 വർഷത്തോളം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ മണ്ണാർശാല പോകണമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഉണ്ണിയപ്പവും അരവണയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലപ്പുഴ കണ്ണനെ കാണാൻ. ഇവിടെയും അന്ന് ഞാൻ വന്നപ്പോൾ തൊഴാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു തവണ വന്നപ്പോഴത്തേക്കും എന്തോ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് ക്യൂ അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ പറ്റിയില്ല. ഞാൻ ഫ്രണ്ടിൽ കൂടെ എത്തി വലിഞ്ഞ് നോക്കിയെങ്കിലും അന്ന് കളഭമൊന്നും ചാർത്തിയിട്ടില്ലാത്തത് കൊണ്ടും അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നുകൊണ്ടും ഫ്രണ്ടിൽ നിന്ന് എത്തി നോക്കിയിട്ട് പോലും ആ മുഖം എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം 2 തവണ കാണാൻ പറ്റിയില്ല. എനിക്ക് പിടിതടാതിരിക്കുമായിരുന്നു കേട്ടോ കണ്ണൻ. ഇത്തവണ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ നെഞ്ചൊക്കെ നന്നായിട്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ എന്തെങ്കിലും കാണാൻ പറ്റണേ, എന്തെങ്കിലും കാണാൻ പറ്റണേന്ന്. പക്ഷെ പ്രാർത്ഥന പോലെ ഇന്ന് നല്ലതുപോലെ കണ്ടു തൊഴാൻ പറ്റി. നല്ല കളഭമൊക്കെ ചാർത്തി നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഒന്നും പ്രാർത്ഥിക്കാൻ വന്നില്ല. ഇങ്ങനെ ആ മുഖം നോക്കി ഇങ്ങനെ ഞാനും തിരിച്ച് ചിരിച്ചതേ ഉള്ളൂ കേട്ടോ. എങ്ങനെ ഞങ്ങൾ അവിടെയും നല്ല മഴയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ തിരിച്ച് വീടെത്തി. പിറ്റേ ദിവസം ശരത്തിൻ്റെ ബർത്ത്ഡേ ആയത് കാരണം ഞങ്ങളെല്ലാവരും ആ വർക്കെല്ലാം നേരത്തെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എത്തി കേട്ടോ. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവന് സർപ്രൈസായിട്ട് വാച്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ സർപ്രൈസ് ഒന്ന് ചീറ്റിപ്പോയി. കേക്ക് ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു. പക്ഷേ സ്വിഗ്ഗിക്കാരൻ വന്ന് ബെല്ലടിച്ചപ്പോൾ ആദ്യം ചെന്ന് തുറന്നത് അവനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു സർപ്രൈസായിട്ട് ആക്ട് ചെയ്യും മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചിരിക്കുകയായിരുന്നു. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ആകാശിന് വാങ്ങിച്ച കോഫി മാച്ചും നല്ല സൂപ്പറായിരുന്നു. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് അതിൻ്റെ പീസൊക്കെ അടിച്ച് മാറ്റി തിന്ന് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു ഇന്നെന്നാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ ശരത്ത് ഓൾറെഡി മൂവി ബുക്ക് ചെയ്തതുകൊണ്ട് അവന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബാക്കി ഞാനും ആകാശും സഞ്ജിത്തും അനന്തനും കൂടി ഒരു കഫേയിൽ പോയി. നല്ല അടിപൊളി കഫേ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഷെഫ് തന്നെ ഓൺ ചെയ്തേക്കുന്ന കഫേയാണ്. നല്ല ഫുഡായിരുന്നു. സുഷി ട്രൈ ചെയ്യണമെന്ന് സഞ്ജിത്തിനും ആകാശിനും ഒരു ആഗ്രഹം കാരണം അത് ട്രൈ ചെയ്തു കേട്ടോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സഞ്ജിത്ത് നല്ല അടിപൊളി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന തല കുലുക്ക് ഒരു 1 മണിക്കൂർ വരെ കുലുക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ആ കുലുക്ക് തീരുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനും ട്രൈ ചെയ്തു. എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമായില്ല. ഞാൻ ഒരു ബൈറ്റ് എടുത്തതിന് ശേഷം പിന്നെ തുപ്പാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇറക്കി. എനിക്ക് ഇങ്ങനത്തെ സോസും കാര്യങ്ങളും ചില മസാലേസൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആകാശിനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആകാശിന് പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ചോറും മീൻകറിയും കഴിക്കുന്ന പോലെ വളരെ സില്ലി ലാഘവത്തോടെ ഇതൊക്കെ എന്ത് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിസ്സ വാങ്ങിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെയും ചിക്കൻ്റെയും വേറെ ഒരു ഡിഷ് ഞാൻ മറന്നു കേട്ടോ. അതിൻ്റെ കൂടെ മാംഗോ കോക്ടെയിലും
പിന്നെ കോൾഡ് കോഫിയും വാങ്ങിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ലെസ് കസ്റ്റമേഴ്സിനെ എടുക്കുള്ളൂ കേട്ടോ, പക്ഷേ കാശ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.